അപ്പോൾ ഈ സാറിനെ കൂടാതെ വേറെ ആരെങ്കിലും ഇവിടെ മലയാളീസ് MLA ആയിട്ടുണ്ട്? അതുണ്ടല്ലോ, നമ്മളെ KJ ജോർജ് മിനിസ്റ്റർ ആയിരുന്നു, അലക്സാണ്ടർ ആയിരുന്നു, പിന്നെ CM ഇബ്രാഹിം സെൻട്രൽ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു. അയാളും എന്നെ മാതിരി തന്നെ, അയാളും ഭദ്രാവതി ജനിച്ച് വളർന്ന ആളാണ്, അയാളും മലയാളിയാണ്. ശരിക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര അഭിമാനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴല്ല, നമ്മൾ കേരളത്തിൽ ചെന്ന് പത്രം നോക്കുമ്പോൾ കേരളത്തിലെ ഒരു കേരളീയൻ മലയാളി ഒരാൾ അതെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു മലയാളി കേരളക്കാരനാന്നുള്ളത് എന്നും നമുക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ അതിലും കൂടി അതിനെക്കാട്ടും വലുതാവാൻ ശ്രമിക്കണം. അതെ, ഒരു ഇന്ത്യൻ ഭാരതീയൻ എന്ന നിലയിൽ അതാണ് നമ്മൾ നാട്ടിൽ നിന്ന് വേണ്ടത്. അത് നമ്മൾ എവിടെയോ നമ്മൾ എല്ലാവരും കൂടി അതിനെ ഒന്ന് ഉണ്ടാക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം, അതിനില്ലാണ്ടാക്കുന്നില്ല സംശയം. മീൻസ് നമ്മളെ ഒന്ന് സാർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആ വിശ്വാസം സാറ് പറഞ്ഞ് ഇല്ലാണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വിശ്വാസത്തെ ബലപ്പെടുത്താൻ സാറിന്റെ ഭാഗത്ത് നിന്ന് എല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിപ്പോ എന്റെ പ്രവർത്തനം തന്നെ ഞാൻ കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ലാംഗ്വേജ് ഇതൊന്നും നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. എൻ്റെ അടുത്ത് ആര് വരുന്നു അല്ലെങ്കിൽ ആർക്കാണ് ബുദ്ധിമുട്ട് അവർക്ക് പോയി എത്തിച്ചെന്ന് സഹായിക്കുക. അതാണ് ആ ഒരു പ്രിൻസിപ്പലിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പിന്നെ എവിടുത്തെ ആളായാലും ശരി, ആരായാലും ശരി, ആര് വന്നാലും അറ്റ്ലീസ്റ്റ് അവനെ ഫസ്റ്റ് എൻ്റെ റെസ്പോൺസിബിലിറ്റി അവനെ കേൾക്കാണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ കാണുന്നതും ഞാൻ അനുഭവിച്ചതും കേൾക്കാൻ പോലും സമയമില്ലാത്ത നേതാക്കന്മാരാ അധികം നമ്മൾ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ആര് വന്നാൽ എന്താണ് അവൻ്റെ അത് കേട്ടിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഓൺ ദ സ്പോട്ട് ചെയ്യാം. നാളെ വരാൻ ഞാൻ ആരോട് പറയാറില്ല, കേൾക്കാനുള്ള സന്മന സാധ്യം കാണിക്കും ഫസ്റ്റ്. പിന്നെ നാളെ എന്നുള്ളത് ഞാൻ ആരോട് പറയാറില്ല, അപ്പം അവിടെ വെച്ച് ചെയ്തിട്ട് തീർക്കും. ഒരു വ്യവസായിക സംരംഭകരുടെ കുടുംബത്തിലാണ്. അതെ അതെ, തീർച്ചയായിട്ടും ബിസിനസ് എൻ്റെ കൂടെ അത് എപ്പോഴും ഉണ്ടാവും. എന്ന് വെച്ചാൽ എനിക്ക് സെൽഫ് റെസ്പെക്റ്റോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ സമ്പാദിക്കണം. പൊളിറ്റിക്സ് ഈസ് ഓൺലി എ സോഷ്യൽ സർവീസ്. ഇതിൽ കിട്ടുന്ന ശമ്പളത്തിലോ മറ്റതിലോ ഞങ്ങൾക്ക് ജീവിക്കാനൊന്നും പറ്റൂല. രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നു, രണ്ട് വേറെ വേറെ. അത് വേറെ പിതാവും പറഞ്ഞത് ഞാൻ ബിസിനസ്സും സാമൂഹിക ഈ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം രണ്ടായിട്ടാണ്. എനിക്ക് എന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വ്യക്തികളുടേതായിട്ടുള്ള രാഷ്ട്രീയം കാണും. പക്ഷെ അതിനെ പൊതു സേവനത്തിൽ അത് കൂട്ടിക്കലർത്താറില്ല. വെരി ഗുഡ്. അല്ല, ബിസിനസ് ഇസ് സെപ്പറേറ്റ്. അതിന് ഞങ്ങൾക്ക് മാനേജേഴ്സും പ്രൊഫഷണൽസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ബിസിനസ് ഇസ് മെയിൻറ്റൈൻഡ്. പൊളിറ്റിക്സ് ഇസ് ഈ MLA പദവി ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്? വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ബിസിനസ് MLA ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാറുണ്ട്? ഇല്ല, MLAക്ക് എന്താന്ന് വെച്ചാൽ നോക്കൂ, ഞാൻ ജനങ്ങളെ മുമ്പ് പോയി നിന്ന് ജനങ്ങളോട് വോട്ട് ചോദിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പൊ എന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട് ജനങ്ങളോട്, അത് ഞാൻ ഫുൾ ചെയ്യണം. അപ്പൊ ഞാൻ അതിനു വേണ്ടി എന്റെ ഒരുപാട് സമയം ഞാൻ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. സോ ഐ ആം ഡൂയിങ് ദാറ്റ്. അപ്പൊ എന്റെ ബിസിനസ്സിന് അത് ബാധിക്കുന്നുണ്ട്. താങ്കൾക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുന്നത് ബിസിനസ്സിൽ പ്രവർത്തിക്കുമ്പോഴാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ? രണ്ടിലും കിട്ടുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിലാവുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നമ്മളെടുത്ത് വന്നിട്ട് അവരെ സഹായിച്ചിട്ട് അവരൊരു താങ്ക്സ് ഒരു ചിരിയോടെ പറയുമല്ലോ, അതിലാണ് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത്. ബാക്കി പിന്നെ ഇപ്പൊ ബിസിനസ്സിൽ കുറെ കാശ് കിട്ടും, മറ്റത് കിട്ടും, അത് ഓക്കെ, ഹാപ്പി അല്ല എന്നല്ല, അതൊക്കെ ഹാപ്പിയാണ്. ബട്ട് ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഈ എന്തും ഇല്ലാത്ത ഒരുത്തനക്ക് കിട്ടുന്നത്, അത് നമുക്ക് വളരെ ഇതൊരു പാരമ്പര്യമായിട്ട് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ നിങ്ങൾ. കാരണം ഇത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവും 2 ദിവസം മുമ്പ് നടത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്. കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ആദ്യകാലങ്ങളിൽ അദ്ദേഹം കണ്ട MGRന്റെ സിനിമകളിലെ നന്മകളെ സ്വാംശീകരിച്ചാണ്. അതേ വാക്കുകൾ തന്നെ, അത് എനിക്ക് തോന്നുന്നത് ഒരു പാരമ്പര്യമായിട്ട് കുടുംബത്തിന് കിട്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അത് രാഷ്ട്രീയം നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല. ഇതാണ് ഇത്തരം പ്രവർത്തകരെ അല്ലേ നമുക്ക് ആവശ്യം, ഇത്തരം പ്രവർത്തകരെ നമുക്ക് വേണ്ടത് എന്ന് നമ്മളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി. ഒരു മിനിസ്ട്രി ഇനിയിപ്പോൾ ഒരു കോൺഗ്രസ് മിനിസ്ട്രി ഇവിടെ വരികയാണെങ്കിൽ അങ്ങേ പോലെ ഒരു സുന്ദരനായ, അത് ഞാനിവിടെ കയറി വന്നപ്പോൾ പറഞ്ഞൊരു സുന്ദരനായ ഒരു MLA നമുക്കൊരു നല്ലൊരു മന്ത്രിയായിട്ട് കിട്ടുമ്പോൾ പ്രതീക്ഷിക്കാമോ സാർ? എൻ്റെ പാർട്ടീൻ്റെ തീരുമാനമാണ് അതൊക്കെ. പാർട്ടി എന്ത് ചുമതല തന്നാലും അത് ഭംഗിയായി ചെയ്യുക, അതാണ് എൻ്റെ ഡ്യൂട്ടി. അനുസരണയുള്ളൊരു ഈ കോൺഗ്രസിനെ കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം നമ്മളെ ലീഡർഷിപ്പ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇവരൊക്കെ നമ്മളായിട്ട് വളരെ നല്ല ഇതിൽ നമ്മളോട് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുന്നു. നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു
അവരോടും നമ്മൾ പറയുന്നു അതിനെ ഡിസ്കസ് ചെയ്തതിന് അവരോട് പറയുന്നു ഇങ്ങനെ ചെയ്താലാണ് ജനങ്ങൾക്ക് നല്ലത്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും ജനങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാണ്, പാർട്ടീനെ വളർത്താൻ വേണ്ടി മാത്രം കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്സ് ചെയ്യുന്നില്ല. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കും മറ്റു പാർട്ടിക്കും ഉള്ള വ്യത്യാസം. കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ എത്തിയാൽ പിന്നെ എല്ലാവരും ഒരേ മാതിരിയാണ്. മറ്റേ പാർട്ടി പോലെ പവറിൽ വന്ന അവരെ പാർട്ടിക്കാർക്ക് മാത്രം ഒരു സ്പെഷ്യലും ബാക്കിയുള്ള ആൾക്ക് വ്യത്യാസമായിട്ടാണ് അവർ പറയുന്നതല്ല, അവർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. സർ, നിങ്ങൾക്ക് ഇന്ന് UPA ഗവൺമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് UPA ഗവൺമെന്റ് ചെയ്തു പോകുന്നത്, എല്ലാവർക്കും ഒരേ മാതിരിയാണ്. അതേ NDA ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അപ്പൊ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം എല്ലായിടത്തും അവിടെ നിന്നല്ല, ഈവൻ സ്റ്റേറ്റിൽ വരെ ആ പൊളിറ്റിക്കൽ പാർട്ടി ഏത് വരുന്നു അവരെ ആൾക്കാർക്കും വേണ്ടി എക്സ്ട്രാ ചെയ്യാനും വേറൊക്കെ ചെയ്യാൻ. ഞാൻ കോൺഗ്രസ് വന്നാൽ നമ്മളെ ലീഡർഷിപ്പ് പറയുന്നത് നോക്കൂ, വോട്ട് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എല്ലാവരും നമ്മളെ നാട്ടുകാരാണ്, ഇവർക്ക് വേണ്ടത് നമ്മളെല്ലാവരും ചെയ്യണം. ഈ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും നമുക്ക് ശത്രുക്കളുണ്ടാവും സാർ. തീർച്ചയായിട്ടും. ആര് വളരുന്ന ചെടിക്ക് പോലും ശത്രു ഉണ്ട്, പിന്നെ മനുഷ്യന് ശത്രു ഇല്ലാണ്ടിരിക്കും. ചെടി നന്നായി വളരുന്ന അതിനെ കൊത്തിക്കളയുന്നുണ്ട്, പിന്നെ മനുഷ്യനെ വിടുവോ? അതുകൊണ്ട് ശത്രുക്കൾ ഇല്ലാതിരിക്കില്ല. പക്ഷെ നമ്മളൊക്കെ ശ്രമിക്കുന്നത് ശത്രുവിനെ മിത്രനാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ. ബിക്കോസ് ഞങ്ങൾക്ക് വേറെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ജനറൽ ആയിട്ട് ഞാനിപ്പം എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരെന്ത് ചെയ്താലും ആൾക്കാർ പറയുന്നത് സാർ, രാഷ്ട്രീയത്തിലായാലും ഒരു കോർപ്പറേഷനിലായാലും പറയുന്നുണ്ട്, ഇലക്ഷനിൽ പോലും പറയുന്നുണ്ട്, ഇത് ഇവർ കാണിക്കുന്ന ഇലക്ഷന് മുമ്പ് കാണിക്കുന്ന തമ്മിത്തല്ലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മനോഭാവം ഇതെല്ലാം വെറും ഒരു പ്രകടനങ്ങളാണെന്നും ഇവര് അടിസ്ഥാനപരമായിട്ട് അകത്തൊന്നാണെന്നും ഇങ്ങനെ പൊതുജനങ്ങളുടെ മുമ്പിൽ അല്ല, ഇതൊക്കെയാണ് ഈ പൊതുജനങ്ങൾ തീരുമാനിക്കേണ്ടത്. പൊതുജനങ്ങൾ അവിടെ നിന്നൊരു മാറ്റം വരുത്തണം. അവർ കള്ളന് വിശ്വസിക്കുന്നതും തീർച്ചയായിട്ടും കള്ളനായി വരുന്നവന് അവർ എപ്പോഴും സഹകരിക്കാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്താൽ അതിന്റെ റിസൾട്ട് ആയിരിക്കും പിന്നെ 25 വർഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. യു ഷുഡ് ബി വെരി ക്ലിയർ. നാടകമാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെ ഭരിക്കാനും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും ഈ നാട്ടിന് വേണ്ടി ചെയ്യാനുമാണ് ഒരു പ്രതിനിധിയെ നിങ്ങൾ എലക്ട് ചെയ്യുന്നത്, അല്ലേ? For the people, by the people, to the people. See, when that is the case, then you, the people, should be very clear by mind, by thought. See, sometimes press, even media, will hype somebody. ഇയാൾ ദൈവമാണ്, ഇയാൾ മറ്റേതാണെന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോയില്ലേ? അല്ല, അങ്ങനെ മനസ്സിലാക്കാതെ വന്ന നമ്മൾ പണ്ട് ഒരു ചൊല്ലുള്ളൂ, പ്രജകൾക്ക് അറിയിക്കുന്ന രാജാവെ വാഴുകൊള്ളുന്നുണ്ട്. വാഴുന്ന രാജാവ് അല്ല, അത് കുറച്ച് സമയം. പക്ഷെ ആ കുറച്ച് സമയം ഇപ്പൊ ഒരു വർഷം, 2 വർഷം, 5 വർഷം, ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ 5 വർഷം നമ്മളെ സമയം പോയില്ലേ? അപ്പൊ അത് ഈ ജനങ്ങളെ സമയമല്ലേ പോകുന്നത്.